5 രൂപ. തേങ്ങ തന്നെ അല്ലേ? അല്ല, മാങ്ങ. നന്നായിട്ട് കുലുങ്ങുന്നില്ലല്ലോ. ഗുജറാത്തിലോട്ട് ചെല്ല്, നല്ലോണം കുലുങ്ങും. 5 രൂപ കുറച്ച് കൂടുതലാ, 2 രൂപ പോരെ. വേഷം രാജാവിന്റെയും സ്വഭാവം പിച്ചക്കാരന്റെയും. നീ അങ്ങോട്ട് കൊടുത്തേ. എന്തോരം തേങ്ങ ഇരിക്കണോ, ഒരെണ്ണം വെറുതെ നോടെ. ഇതെന്താ രാജാവ് സെല്ലട്ടോ? ഇത് 5 നോട്ടിട്ട് അവല. പിടിക്ക്, പിടിച്ചിരുന്നോ? സ്പീഡ് ചവിട്ടി ഞാൻ. ഫോൺ അടിച്ചതാ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഇതെന്താ വഞ്ചോ തുഴഞ്ഞു പോവാൻ? ഇഷ്ടയിലേക്ക് ഇറങ്ങി നടന്നോ. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? ഇന്നലത്തെ വിരട്ടല് ശരിക്കും ഏറ്റു. ഞാൻ ആരാണെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലായി കാണും. പാവാ, ഇനി പകയൊന്നും വേണ്ട, ഒന്ന് ക്ഷമിച്ചേക്ക്. ശ്രമിക്കാം. ഒഴുകൊന്നും വേണ്ട, അക്ബർ ചക്രവർത്തി ക്ഷമിച്ചിരിക്കുന്നു. ഒന്ന് മാറി നിൽക്കണോ? മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ലേ? ഇവിടെ ആരാ പ്രാർത്ഥിക്കാൻ? എടാ ഗണപതി ബാപ്പ മോളില. ഗൗരവം ഗൗരവം. മുഗൾ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച ഈ അക്ബർ ചക്രവർത്തിയെ ഇൻസൾട്ട് ചെയ്യാൻ നീ ആരാടി? എന്തായാലും ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലോ. കൊല്ലിച്ചാലിവിടെ എന്തോ ആരൊരാള് മീശം കൊണ്ടുവരുന്നത്? തിമ്മയല്ലേ അത്? ഇപ്പൊ ആരാടോ താൻ? ഞാൻ മഹാനായ അക്ബർ ചക്രവർത്തി. അക്ബർ ചക്രവർത്തിക്ക് അങ്ങാടിയിൽ എന്ത് കാര്യം? പച്ചക്കറി വാങ്ങാൻ വന്നതാ. അല്ല, ഈ പെൺകുട്ടിയുടെ കഴുത്ത് വെട്ടാൻ. രാവിലെ മുതൽ ഞാൻ ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്യാണ്, നിന്നെ പിടികൂടാൻ. കുട്ടി വെക്കോളൂ, അക്ബറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വേഷം മാറി എന്നെ പറ്റിക്കാവുന്ന കരുതിയോ? ഞാൻ ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് വർഷം എത്ര എന്നറിയോ? 12 വർഷം. 12 years. അതാണ് ഇവിടെ ഒരു നാറ്റം. സാറിനതൊന്നും ഒരു കഴുകിക്കൂടെ? ഈ മീശ നോക്കി തമാശ പറയുന്നോടാ. പിടിച്ച് ഞാൻ പോലീസിൽ ചേർക്കും. ഒന്ന് കിട്ടിയാൽ എന്താ പോലീസ് ചേർക്കുമല്ലോ. ഇങ്ങനെ പോലീസിൽ ചേർക്കുന്നു പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചാർത്തു നടത്താം. ഞാൻ കേട്ടു. ഇന്നലെ രാത്രി കുടിച്ച് ലക്കേട്ട് ആ കുട്ടിയുടെ ബംഗ്ലാവിന്റെ ചില്ലെറിഞ്ഞ് നടത്തല്ലേ? ഞങ്ങളല്ല. നിങ്ങളല്ലേ? ഈ മീശ നോക്കി കള്ളം പറയുന്നോടാ റാസ്കൽ. അക്ബർ ചക്രവർത്തി ക്ഷമിക്കണേ. ആ ബംഗ്ലാവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കുണ്ട്. 2 മണിക്കൂറിനകം ആ ഉടഞ്ഞ ചില്ല് നീ റിപ്പയർ ചെയ്ത് കൊടുക്കണം. സാർ എന്ന് പറഞ്ഞ പൊട്ടിച്ചില്ല ഞാൻ എങ്ങനെ റിപ്പയർ ചെയ്ത് കൊടുക്കും? പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ മുഖം ചളിക്കി പിളിക്കി ചിലക്കി ഉണ്ടാക്കും. നീയും പോലീസിൽ ചരവരിക്കുന്നോ? എന്തിനാ എന്നെ തല്ലിയേ? ഇത് ഞാൻ അവൾക്ക് കൊടുക്കാൻ വെച്ചതാ. ആ രാക്ഷസ ചില്ല് പൊട്ടിച്ചിട്ട് അത് നമ്മുടെ തലയിലാക്കിയിരിക്കുക. ഇന്ന് രാത്രി ഞാൻ എന്ത് വില കൊടുത്തും അവളെ ആ ബംഗ്ലാവിന് തുരത്തിയിരിക്കും. ഇത് സത്യം. അയ്യോ ചോര. പാതിരാത്രി ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഓ, മൂത്രം ഒഴിക്കാൻ. അതിൽ തുടരുത്. ആരാ? നിന്റെ ബാപ്പ. അയാൾ വടിയെന്നാ തോന്നണേ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലോ, ഓർമ്മയുണ്ടല്ലോ? പഠിച്ചത് ഓർമ്മയുണ്ട്. ഞാൻ എന്നെ 10ാം ക്ലാസ് പാസ്സായ. ഇങ്ങോട്ട് വാടാ. അമ്മ ഇതൊരു പച്ചില പാമ്പ്. പാമ്പല്ല, അത് ചേമ്പ. ഞാൻ സമയം കുളിച്ചോളാം. ആ കുളിയല്ല, പ്രേതം. പ്രേതം എവിടെ? അവിടെ. ശബ്ദിക്കരുത്. വർഷങ്ങളായി ഞങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന പ്രേതാലയമാണിത്. ഞങ്ങളുടെ ഭാർഗവി നിലയം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഐ വാണ്ട് ബ്ലഡ്. ഈ സാധനത്തിന്റെ രക്തം കുടിക്കേണ്ട സമയമായി. ഞാൻ ഈ വേലക്കാരിയുടെ രക്തം മൂറ്റി കൊടുക്കട്ടെ ഡ്രാക്കുള? വേണ്ട ഊളേട്ട, നമ്മൾ തറവാട്ടിപ്പുറത്തെ പ്രേതങ്ങളാ. വെറും ഒരു വേലക്കാരിയുടെ രക്തം കുടിപ്പിച്ച് നമ്മുടെ കുഞ്ഞിനെ ഒരു സർവന്റ് ആക്കി മാറ്റരുത്. നമുക്ക് മുതലാളിച്ചിന്റെ രക്തം കുടിക്കാം. 1500 വർഷം പഴക്കമുള്ള ഡ്രാക്കുളയാണ് പറയുന്നത്. നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം.
രക്തദാഹികളായ പ്രേതാത്മാക്കളുടെ കൽപ്പന ലംഘിച്ചാൽ എങ്കിൽ തൽക്കാലം ഞങ്ങൾ ഉപദ്രവിക്കാതെ പോകുന്നു. നാളെ നിങ്ങൾ പോയില്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്ട്രോയുമായി വന്ന് നിങ്ങളുടെ തലയിൽ ഓട്ടിയിട്ട് ഞങ്ങൾ ബ്രെയിൻ ജ്യൂസ് കുടിക്കുമ്പോൾ നിങ്ങൾ പോണോ അല്ല ഞങ്ങൾ പോണോ? നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ മൂവാറ്റ് വഴിക്കുള്ളൂ. 7 പാലയിലേക്ക് പോകാം. നിന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ കുഞ്ഞിനെടുത്താ മതി. എല്ലാം പേടിച്ചു തൂറി. ഞാനിതുപോലെ ആരും പേടിപ്പിച്ചിട്ടില്ല. ഇനിയിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല. അത്ര പേടിപ്പിച്ചു. എന്തായാലും മനുഷ്യജന്മം കൊണ്ട് നടക്കാത്ത ഈ കാര്യം പിശാചിന്റെ വേഷം കൊണ്ട് നടന്നു. നിനക്കതിന് സാധിച്ചു. ഈ ബംഗ്ലാവിൽ ഞാൻ ഇതിനു മുമ്പ് യക്ഷയെ കണ്ടിട്ടില്ല. നമ്മള് പ്രേതങ്ങളായി ചെന്നപ്പോ എണ ചേരാൻ വന്നതായിരിക്കോ? ഓടവിടുന്ന്. അയ്യോ, നീ കണ്ടത് കണ്ടു. ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. മതി, ഇനി പേടിപ്പിച്ചവര് ചത്തുപോകും. വാ. My duty. ചെന്നെ ബട്ടമിട്. വഴിമാറ്. മുഖം മുഴുവൻ കള്ള ലക്ഷണം. സൈലൻസ്. മുഖം മുഴുവൻ കള്ള ലക്ഷണം. എന്നിട്ട് വേഷം കണ്ടില്ലേ? വിവേകാനന്ദൻ. വിവേകാനന്ദൻ. അവന്റെ ഒരു നിപ്പ് നോട്ടം. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. സാറേ, സമയം കഴിയാതെ അവൻ ഇറങ്ങി വരില്ല. ഓഹോ, അങ്ങനെയാണ്. എങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഞാനും നോക്കട്ടെ. എടോ, ഞാൻ അങ്ങോട്ട് വരണോ അതോ താൻ ഇങ്ങോട്ട് വരുമോ? കണ്ടില്ലേ? കേട്ട ഭാവല്ല. ശരിക്കും സാറിനെ ഇൻസൾട്ട് ചെയ്യാ. ആണോ? എങ്കിലും അവനെ ഇറക്കിവിട്ടത് എന്റെ കാര്യം. ഇതൊരു മത്സരമാണ്. എനിക്കും ഇതൊരു മത്സരമാണ്. പോലീസിനെ മെനക്കെടുത്തി അവൻ അടങ്ങും. ചവിട്ടി അവന്റെ നട്ടല്ലൊടിച്ച കൊണ്ടത്. ഏത് ഭാഗത്താണ് അതിന്റെ നട്ടല്? അയ്യോ വേണ്ട സാർ, ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്റെ ആരാധകർ, ഞാനൊരു വിവേകാനന്ദനാണ്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് തോക്കുന്നത്. ഒരിക്കൽ വാൺ ചെയ്ത് വിട്ടതാണ്, പക്ഷെ വീണ്ടും നീ അത് ആവർത്തിച്ചു. സാർ, സത്യമായിട്ട് ഞാൻ ഈ കുട്ടിയുടെ ബംഗ്ലാവിന്റെ ചില്ലോടിച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമി ക്ഷമിക്കണേ. കാഷായ വേഷം ധരിച്ച് കള്ളം പറയുന്നോടാ റാസ്കൽ. ഇതൊന്ന് വാങ്ങിച്ചേ. എന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ പരസ്യമായി കൈക്കൂലി തന്ന് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു സഹോദരാ. അമ്മോ, ഇത് കൈക്കൂലിയല്ല, സാറിനുള്ള സമ്മാനമാണ്. സമ്മാനമോ? ഈ നിൽക്കുന്ന ഞങ്ങളുടെ നിശ്ചലനായ മനുഷ്യപ്രതിമയെ ചലിപ്പിച്ചതിനുള്ള ഈനാം. ആഹാ, ഇത് കൊള്ളാമല്ലോ. നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. എന്റെ 2 മാസത്തെ ശമ്പളം അത്. ഓഹോ, എന്തൊക്കെയാണ് നിങ്ങളുടെ മറ്റ് അട്രാക്ഷൻസ്? ഈ പ്രതിമയെ തല്ലിക്കരയിച്ചാൽ ഇനി സമ്മാനം കിട്ടും. അയ്യോ, ഇതെന്താണെന്നറിയാം? പേപ്പർ. ഡിപ്പാർട്ട്മെന്റിന് ഈ കുട്ടി രേഖാമൂലം എഴുതി തന്ന പെറ്റീഷൻ. ഈ കുടക് ദേശത്തെ ശത്രുവായി ഈ കുട്ടിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് നീ. മാനസികമായും ശാരീരികമായും ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഏക ഉത്തരവാദി നീയാണ്. പെറ്റീഷൻ ഞാൻ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ചില്ലൊടച്ചതിന്റെ നഷ്ടപരിഹാരമായി ഈ കുട്ടി ആവശ്യപ്പെടുന്ന തുക 23.25 മണിക്കൂറിനകത്ത് നീ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീ പോലീസിൽ ചേരാൻ തയ്യാറായിക്കോളൂ. സാർ, ഞാൻ ദിസ് ഈസ് മൈ ലാസ്റ്റസ്റ്റ് വാർണിംഗ്. കം ഓൺ.
ഇവിടെ ഇരിക്കണ്ട, അകത്ത് ബാത്റൂം ഉണ്ട്. എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ബാത്റൂം? അവളെ ഒതുക്കാനും ഓടിക്കാനും അവൻ തന്നെ വേണം, സിദ്ധാർത്ഥൻ. അവൻ പിന്മാറിയ സ്ഥിതിക്ക് നമ്മൾ കളിക്കണം. ഉറങ്ങിക്കിടക്കുന്ന അവന്റെ സിംഹത്തെ കുത്തി ഉണർത്തണം, അതും അവളിലൂടെ. ഒരു സംഘർഷാവസ്ഥ ഇവിടെ ആവശ്യമാണ്. ഭിന്നിപ്പിച്ച് കാര്യം നേടുന്ന വെള്ളക്കാരന്റെ തന്ത്രം. വിഷത്തിന് ഔഷധം. ഒരു ഡബിൾ പ്ലേയിലൂടെ എല്ലാം ശുഭമാകും. സമ്മതിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെ ആരെങ്കിലും ആവട്ടെ പറ. ധൃതരാഷ്ട്ര പോലും അങ്ങയുടെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകും. അന്തന്റെ ആയുധം ശക്തിയല്ല, ബുദ്ധിയാണ്. എന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും കൂടി ചേർന്നാൽ ഈ കോട്ട നമുക്ക് പിടിച്ചെടുക്കാം. പതിവ് പോലെ ചില്ലുകൾ ഉടയട്ടെ. ഇക്കുറി സൂക്ഷിക്കണം. എസ്.ഐ. തിമ്മയ്യ സമർത്ഥനാണ്. കല്ലിൽ വിരലടയാളം പതിയാതെ നോക്കണം. ഇതാ ടവൽ. കല്ല് ടവലിൽ പൊതിഞ്ഞു വേണം എറിയാൻ. പിന്നം ഉഴക്കല്, അല്ല ഉന്നം പിഴക്കല്. അവിടത്തെ ബുദ്ധിയുടെ അപാരതയ്ക്ക് മുന്നിൽ ഈ ശിഷ്യന് ഒരിക്കലും ഉന്നം പിഴക്കില്ല. അയ്യേ, ഓ അനുഗ്രഹം വാങ്ങാനായിരുന്നു അല്ലേ? പോയി ചില്ലുകൾ ഉടച്ച് ജയിച്ചു വരൂ. ഈ ബംഗ്ലാവിൽ നിന്നും 24 മണിക്കൂറിനകം ഞാൻ അവളെ തുരത്തും. എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ, എന്നെ കാത്തുകൊള്ളണേ. Cheers. അമ്മയാണ് മോളെ. എന്നെ വിളിച്ചു, ഞാൻ നിന്നെ വിളിച്ചു. ചെല്ലടാ. നമുക്ക് രണ്ടു ആരാ ഫോൺ കണക്ട് ചെയ്ത? ചോദിച്ചത് കേട്ടില്ലേ? ആരാ ഫോൺ കണക്ട് ചെയ്തെന്ന്? അവനല്ലാതെ മറ്റാര്? ആ സിദ്ധാർത്ഥൻ. ഒരാഴ്ചക്കകം കുഞ്ഞിനെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കൂന്നല്ലേ അന്നവൻ വിളിച്ചു കൂവിയത്. ഇന്നലെ രാത്രി വീണ്ടും ചില്ലടച്ചു. വാശിയെടുത്ത മഹാപെശകായി സിദ്ധാർത്ഥൻ അല്ലേ? ഈ കൊടകിൽ അവനെ ഒതുക്കാൻ ഒറ്റ ആളേ ഉള്ളൂ, ചെങ്കപ്പ. കണ്ട പേര് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടി. നീ ഞെട്ടിയാ? മണ്ണിന്റെ മക്കൾ വാദവും പറഞ്ഞു നടക്കുന്ന ഒരു കൂലിത്തല്ലുകാരനാ. പിന്നെ ശത്രു ഇവനായതുകൊണ്ട് ചെങ്കപ്പ വില പേച്ചില്ല. ഇല്ലടാ. This program is sponsored by Teyundi. തല്ലുകൊണ്ടതിന് സോറി. ഓ മാലക്കാണോ? അല്ലാട്ട് എന്താ വെള്ളരിക്കപ്പെട്ടനാണോ? ഒരാള് വെറുതെ ഇട്ടിടിക്ക. ഞാൻ പേടിച്ചു. ഇനി എന്നെ തല്ലരുത്. ജയ് ബജറംബലി. ജയ് ബജറംബലി. നമ്മളിങ്ങനെ കാശം ചേട്ടാ. ഒരു സ്ട്രോങ് ടീ. ഏമണ്ടി സൗഖ്യമാ? ജയ ജയ കൃഷ്ണ ഗോവിന്ദ, ജയ ജയ രാമ ഗോവിന്ദ,
ശാന്തി ശാന്തി. വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ നീ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലടാ. ഓ അതാണ് കാര്യം. അതേടാ. വിടരുതവനെ. ഒരു കുടകരൻ തല്ലിയിട്ട് നോക്കി നിൽക്കുന്നോ? തല്ലിക്കൊല്ലണ ആ ചെറ്റേ. പോരുത്. ഞാനും ഈ കൊടകിൽ വളർന്നവനാ. ഏതൊരു പെണ്ണിന്റെ വാക്ക് കേട്ട് കൂലിക്ക് തല്ലാൻ വന്ന് ഇവനെ തല്ലിയത് തെറ്റാണോ? തെറ്റാണെങ്കിൽ എന്നെ തല്ലാം, കൊല്ലാം.